ഹലോ ഗൈസ്, അപ്പോൾ നമ്മളും ചോറും മീനും കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ ആയിട്ട് അങ്ങനെ നമ്മൾ ഏതായാലും ചോറും മീനും കഴിക്കാനുള്ളൊരു പ്ലാനിൽ പോകാട്ടോ. അവിടെ എത്തിയത് നമ്മളൊരു 11:30 കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അപ്പം തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല ഡീൽ ആവശ്യമിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ പോയതായിരുന്നു. ഞങ്ങൾ അവിടെ എത്തി നേരെ അവിടെ ഇരുന്നേക്ക് തന്നെ നമുക്ക് ഇല വിരിക്കുന്നു, ഫുഡ് ഐറ്റംസ് ഒക്കെ സെർവ് ചെയ്യുന്നു, എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കേട്ടോ. അങ്ങനെ ഭയങ്കര കഴിക്കണം എന്നുള്ള ഇതില്ല. അപ്പോൾ നമുക്ക് കളാഞ്ചി കേട്ടോ ഫസ്റ്റ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കളാഞ്ചി ഏതാ വേണ്ട ചോദിച്ചു, കളാഞ്ചി വെക്കട്ടെ ചോദിച്ചപ്പോൾ ഓക്കെ കളാഞ്ചി എന്നുള്ള രീതിയിൽ ഇരുന്നു. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നൊരു സാധനം എന്താണെന്ന് വിചാരിച്ചാൽ മാമ്പഴ പുളിശ്ശേരി എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അതിനെ ഇതുവരെ ലൈഫിലെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് കഴിച്ചിട്ടില്ല. അപ്പോൾ എനിക്കത് കഴിക്കാൻ ഭയങ്കര ഇതുണ്ട് കേട്ടോ, ഭയങ്കര ആഗ്രഹം. മറ്റേ മാമ്പഴ പുളിശ്ശേരി കഴിക്കുക എന്നുള്ള സംഭവം ഉണ്ടായിരുന്നു. ഫിഷും കഴിക്കണമെന്നുണ്ട്. അതിലേറെ വിത്ത് നമുക്ക് ഈ സദ്യക്ക് വരുന്നത് ആകെ 70 രൂപയുള്ള വയസ്സ് വളരെ അഫോർഡബിളാണ്. കാരണം സാധാരണ നമ്മളിവിടെയുള്ള ഹോട്ടൽസിന് അത്യാവശ്യം 50 രൂപയാണ് നമ്മൾ നോർമൽ മീൽസിന് വരുന്നത്. പക്ഷെ അതിലേറെ അടിപൊളി കൂട്ടുകറികളും പിന്നെ പ്രത്യേകിച്ച് നമ്മളെ മാമ്പഴ പുളിശ്ശേരി ഓസീന സാധനം സെറ്റ്. പിന്നെ വിത്ത് നമ്മളെ അരിപ്പായസം. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞങ്ങൾ അത്ര നേരത്തെ പോയിട്ട് തന്നെ നിങ്ങൾ കണ്ടില്ല, അത്യാവശ്യം ആളുണ്ട്. അപ്പോൾ നമ്മൾ ക്യാമറ ഒക്കെ സെറ്റാക്കി ഫുഡ് കഴിക്കാൻ നിൽക്കട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മാമ്പഴ പുളിശ്ശേരിയിൽ മറ്റേ മാമ്പഴം ചോദിച്ചപ്പോൾ കിട്ടിയിട്ടില്ലായിരുന്നു, അതിലില്ലയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും ചോദിക്കുമ്പോൾ അവർ നമുക്ക് കൊണ്ടുവന്ന് തരും കേട്ടോ. അവർ അന്വേഷിക്കും, നമുക്ക് തരാതിരിക്കുന്ന ചിലർ പറയും ഇൻഫ്ലുവൻസേഴ്സ് മാത്രമേ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞേക്കാം. അപ്പം നമ്മളൊരു സാധാരണമായിട്ടും നമ്മൾ ചോദിച്ചുകൊണ്ട് നിൽക്കണം, എന്നാൽ അവർ നമുക്ക് കൊണ്ടുവന്ന് തരും. അവർക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ ആരൊക്കെയാണ് ചോദിച്ചത് ചിലപ്പോൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ടല്ലോ. എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ലാഗ് അടിക്കലുണ്ടാവും. അല്ലാതെ നമ്മളത് ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും കൊണ്ടുവന്ന് തരും. എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ കുറേ ഐറ്റംസ് ഉള്ളതുകൊണ്ട് ഫിഷ് എടുക്കണം എന്നുള്ള ആദ്യത്തെ ടെൻഡൻസി ഇല്ലായിരുന്നു കേട്ടോ. ആദ്യം ഇതൊക്കെ കൂട്ടി കഴിക്കാനുള്ള ഒരു ഇതാട്ടോ എനിക്കുണ്ടായിരുന്നു. ഞാൻ ആദ്യം തന്നെ നമ്മൾ കൂട്ടുകറികളൊക്കെ കൂട്ടിയിട്ട് കഴിച്ച് പിന്നെ നമ്മൾ ഫിഷ് എടുക്കാനുള്ള ഒരു സംഭവത്തേക്ക് പോയത്. എന്നാൽ തന്നെ സൈഡ് ഡിഷൊക്കെ ഫിഷ് കൂട്ടൽ തുടങ്ങിയപ്പോൾ സൈഡ് ഡിഷ് ബാക്കിയായി. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇനി നെക്സ്റ്റ് തവണ എന്തായാലും ഇൻഷാല്ലാ നെക്സ്റ്റ് തവണ ഞാൻ പോകുമ്പോൾ നമ്മളെ മീൽസും ചെറിയ എന്തെങ്കിലും ഫിഷ് കഴിക്കില്ലെങ്കിൽ മീൽസ് മാത്രം കഴിക്കുക. അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അവിടുത്തെ മീൽസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പ്രത്യേകിച്ച് ആ പായസം നമ്മൾ എക്സ്ട്രാ അടപ്പായസം വാങ്ങിയിട്ടുണ്ടായിരുന്നു, പാലടപ്പായസം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ അടിപൊളിയാടാ ഈ അരിപ്പായസം. ഇത് നമുക്ക് എവിടെ നിന്ന് കിട്ടൂല. പാലടപ്പായസം നമുക്ക് എവിടെ നിന്നും കിട്ടും. പക്ഷേ ഈ അരിപ്പായസം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയാലും റെഡി ആവണമെന്നില്ല, എപ്പോഴും കിട്ടണമെന്നില്ല. പക്ഷെ അടിപൊളി സാധനം കേട്ടോ. പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ് അവിടുത്തെ സർവീസ് എന്ന് പറഞ്ഞാൽ അടിപൊളി സർവീസാണ്. കാരണം നമുക്ക് ഒരിക്കലും ലാഗ് അടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ വരുന്നില്ല. കാരണം ഞങ്ങൾ കുറച്ച് നേരത്തെ പോയതുകൊണ്ടാണോന്ന് അറിയില്ല, തിരക്കാവുമ്പോഴും അത്യാവശ്യം സ്റ്റാഫ്സ് ഉണ്ട് അവിടെ. നമുക്ക് എന്താ വേണ്ടതെന്ന് വന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ കളാജിക്കപ്പുറം കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ മീൻമുട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതും കുഴപ്പമില്ലായിരുന്നു. മെയിനായിട്ട് അവിടുത്തെ ഫിഷിൽ മറ്റേ നമ്മളെ നാടൻ വെളിച്ചെണ്ണൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, വെളിച്ചെണ്ണൻ്റെ ഒരു ഇതുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ. അതാണ് അവിടുത്തെ ഹൈലൈറ്റ് എന്നൊക്കെ തോന്നി. പിന്നെ അവിടുത്തെ മസാലയും അടിപൊളിയാണ്, ഭയങ്കര സ്പൈസി എന്നൊക്കെ തോന്നും. പക്ഷെ അത്ര സ്പൈസി ആയിട്ടുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ചോദിച്ച് ലാസ്റ്റ് മാമ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ സന്തോഷമായി. നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അതും കൂടെ വിചാരിച്ചിട്ടാണല്ലോ പോയത്. അങ്ങനെ അതിന് ശേഷം നമ്മൾ പായസവും പപ്പടവും കൂട്ടിയിട്ട് ഒരു പിടി കൂടെ കുടിച്ചു. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ആ പപ്പടം കൂട്ടി കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ്. ഞാൻ ആദ്യമായിട്ട് കേട്ടോ പപ്പടും പായസവും കൂടെ ട്രൈ ചെയ്യുന്നത്. എല്ലാവരും ഞാൻ ഇത് ട്രൈ ചെയ്തിട്ടില്ല, എന്തുകൊണ്ട് അറിയാൻ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ട്രൈ ചെയ്തപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചും കൂടെ പായസം ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ പപ്പടം കൂട്ടാത്ത മൊത്തത്തിന് ടേസ്റ്റ് കിട്ടി, എന്നാലും അടിപൊളി പായസമായിരുന്നു. പിന്നെ നമ്മൾ അടപ്പായസം ഉണ്ടായിരുന്നു, അത് നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യമില്ലാതെ കുറച്ചുകൂടെ ചോറ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വയറ് നന്നായിട്ട് ഫില്ലായി. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ആ ആസ്വദിച്ചിൻ്റെ എഫക്റ്റ് വരെ വിട്ടുപോയി. കാരണം അത്യാവശ്യം വയറ് ഫില്ലായി കഴിഞ്ഞപ്പോൾ എണീക്കാൻ പോലും വയ്യായിരുന്നു കേട്ടോ. പിന്നെ ഏതായാലും എണീറ്റ് വാഷ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ അത്യാവശ്യം നല്ല കാറ്റുള്ള ഏരിയ കേട്ടോ. അത്ര നല്ല വെയിലുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കാറ്റടിക്കും. പിന്നെ ഇറങ്ങാൻ നേരത്ത് നോക്കിയപ്പോൾ എത്രയോ വണ്ടിയാറ് നല്ല ക്രൗഡായിട്ടുണ്ടായിരുന്നു. താഴേക്കൊക്കെ പോയപ്പോൾ അത്യാവശ്യം നല്ല ആളായിരുന്നു. 12:30 കഴിഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ ഇറങ്ങിയപ്പോൾ. പക്ഷെ അപ്പോഴാണല്ലോ ശരിക്കും എല്ലാവരും എത്ര ടൈം. പക്ഷെ അത്യാവശ്യം നല്ല തിരക്കുന്നു. അപ്പോഴൊക്കെ നമ്മുടെ ഫിഷുകളൊക്കെ ചേച്ചിമാർ റെഡിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം എത്രത്തോളം തിരക്കുണ്ടാവും. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഇത്രയും ആൾ കൂടി വരാം കേട്ടോ. അങ്ങനെ നമ്മളൊരു മണിയൊക്കെ അടിച്ച്, അതായത് വയറും മനസ്സ് നിറഞ്ഞാൽ മണി അടിക്കണം എന്നാണല്ലോ. അങ്ങനെ മണിയൊക്കെ അടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നല്ല പൊരി വെയിലത്തായിരുന്നു പോയിട്ടുള്ളത്, നല്ല വെയിലായിരുന്നു. പിന്നെ അവിടെ ഓടി നിൽക്കുക. പക്ഷേ അവിടെ ആ സൈഡിൽ നിൽക്കുമ്പോൾ അത്യാവശ്യം നല്ല കാറ്റുണ്ട് കേട്ടോ. ആ ബാക്ക് സൈഡിൽ നിൽക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാനൊക്കെ. പിന്നെ അവിടെ നമ്മൾ നേരെ പടിഞ്ഞാറക്കര ബീച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ അത്യാവശ്യം കാറ്റൊക്കെ കൊണ്ടിരിക്കുക. പക്ഷേ പോകുന്ന റൂട്ട് അടിപൊളി കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ റൂട്ട് കൂടെ പോകണമെങ്കിൽ ഒരുപാട് ഇഷ്ടമായി. ആ ഏരിയ കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. നല്ല രസമുണ്ടായിരുന്നു. ആയിക്കോട്ടുള്ള നല്ല വെയിലുണ്ടെങ്കിലും പക്ഷെ നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. വെയിലുണ്ട്, നല്ല ടാൻ അടിച്ച് കരിമാടിക്കൂട്ടത്തിൽ ആയിരുന്നെങ്കിലും നമ്മൾ ആ യാത്ര എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ ബീച്ചിലൊക്കെ പോയി കുറച്ച് നേരം കൂളായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ചൂടൊക്കെ മാറി കുറച്ച് കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ വീട്ടിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കോഫിയൊക്കെ കുടിച്ച് വീട്ടിലോട്ട് പോയി. ഞാൻ ഇത്ര ഉള്ളൂ ഈ വ്ളോഗ്. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.